ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LLPയുടെ തന്നെ പാർട്ട് 3 വീഡിയോ ആണ്. ഇതിന് മുന്നേ നമ്മൾ 2 പാർട്ട് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1ഉം 2ഉം. അപ്പോൾ അതിൻ്റെ ബാലൻസ് പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 29 ഹോൾഡിംഗ് ഔട്ട്. അതായത് എനി പേഴ്സൺ ഹൂ ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ ബൈ ഓർ എനി കോണ്ടാക്ട്. അതായത് അയാളുടെ സംസാര ശൈലി കൊണ്ടോ ഇല്ലെങ്കിൽ എഴുത്തുകൊണ്ടോ കണ്ടക്ട് കൊണ്ടോ ഒക്കെ അയാളെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുകയും ഇല്ലെങ്കിൽ മറ്റ് വ്യക്തികളെ കൊണ്ട് നോവിംഗ്ലി പെർമിറ്റ്സ് ഹിംസെൽഫ് ടു ബി റെപ്രസെൻറ്റ് ടു ബി എ പാർട്ട്ണർ. അതായത് മറ്റുള്ളവർ ഇയാളൊരു പാർട്ട്ണറാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഇയാൾ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അയാൾ അവിടുത്തെ പാർട്ട്ണറല്ല, LLPയിൽ ഒരു പാർട്ട്ണറല്ല. പക്ഷെ അയാളുടെ സംസാരം കൊണ്ടോ എഴുത്തുകൊണ്ടോ അയാളെ തന്നെയോ ഇല്ലെങ്കിൽ മറ്റുള്ളവർ അയാളെ അംഗീകരിക്കുന്നു, ഒരു പാർട്ട്ണറായിട്ട് അംഗീകരിക്കാൻ അയാളെ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ലയബിലിറ്റി വരും. അതാണ് ഇതിൽ പറയണത്. ഇനി അങ്ങനത്തെ കേസിൽ കള്ളത്തരത്തിൽ അയാൾ ഒരു പാർട്ട്ണറാണെന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ട് LLPക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കുകയോ അങ്ങനത്തെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കേസിൽ LLPക്ക് ആ ക്രെഡിറ്റ് റിസീവ് ചെയ്തു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ലയബിലിറ്റി വരുന്ന കേസാണ് ഇവിടെ പറയുന്നത്. അതായത് ഇറ്റ് വിൽ ബി ലയബിൾ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ക്രെഡിറ്റ് റിസീവ്ഡ് ബൈ ഇറ്റ് ഓർ എനി ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ദെയറോൺ. അതായത് ഇങ്ങനെ ഒരു ഫാൾസ് റെപ്രസെൻറ്റേഷനിലൂടെ ഒരു ക്രെഡിറ്റ് LLPക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയാണോ ആ ക്രെഡിറ്റിൽ കിട്ടിയ ആ എമൗണ്ട്, എത്രയാണോ ആ ക്രെഡിറ്റിലൂടെ LLPക്ക് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് ലയബിലിറ്റി വരും. അതാണ് ഇതിൽ പറയണത്. പിന്നെ where after a person death the business is continued in the same LLP name, the continued use of that name or deceased partner's name as part of thereof shall not by itself make its legal representative or his estate liable for any act of the LLP done after his death. അതായത് ഇപ്പോൾ LLPയുടെ ഒരു പാർട്ണർ മരിക്കുകയോ സീസ് ചെയ്യുകയോ ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് വെച്ചുകൊണ്ട് തന്നെ വീണ്ടും തുടരുവാണെങ്കിൽ, LLPയുടെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവിടെ ലയബിലിറ്റി വരും. കാരണം എന്താണ്, ഓൾറെഡി മരിച്ച ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ്, അയാൾ ഉണ്ടെന്ന രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത LLPക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് ഒക്കെ വീണ്ടും കിട്ടുവാണെങ്കിൽ അങ്ങനത്തെ ഒരു കേസിൽ ഒക്കെ ലയബിലിറ്റി വരുന്ന കേസാണ് ഇതിൽ പറയുന്നത്. അതിനൊക്കെയാണ് ഹോൾഡിംഗ് ഔട്ട് സെക്ഷൻ 29 പറയുന്നത്. അതായത് സ്വന്തം LLPയുടെ പാർട്ട്ണറാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന കേസാണ് ഹോൾഡിംഗ് ഔട്ട്. പാർട്ട്ണർ ആണെന്ന് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അവിടുത്തെ പാർട്ട്ണർ അല്ല, പക്ഷെ ഇവർ പാർട്ട്ണറാണ് എന്ന് വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോന്നൊക്കെ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റിലോ കോൺട്രാക്റ്റിലൊക്കെ അതിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പേഴ്സൺ ലയബിലിറ്റി വരും. അതാണ് ഇതിൽ പറയണത്. നമ്മൾ ആ സെക്ഷൻസ് കഴിഞ്ഞു. ഇനി അടുത്താണ് സെക്ഷൻ 13 അൺലിമിറ്റഡ് ലയബിലിറ്റി ഇൻ കേസ് ഓഫ് ഫ്രോഡ്. അതായത് ഇൻ ദി ഇവന്റ് ഓഫ് ആൻ ആക്ട് ക്യാരിഡ് ഔട്ട് ബൈ LLP ഓർ എനി ഓഫ് ഇറ്റ്സ് പാർട്ട്നേഴ്സ്. അതായത് ഒന്നെങ്കിൽ LLP എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയോ ഇല്ലെങ്കിൽ LLPയുടെ പാർട്ട്നേഴ്സ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു വിത്ത് ഇൻറ്റൻറ്റ് ടു ഡീഫ്രോഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് ദ LLP ഓർ എനി അതർ പേഴ്സൺ ഓർ ഫോർ എനി ഫ്രോഡുലൻറ്റ് പർപ്പസ്. അതായത് LLPയോ പാർട്ട്നേഴ്സോ ഒരു ഫ്രോഡുലൻറ്റ് പർപ്പസോടെ എന്തെങ്കിലും കാര്യം ചെയ്തു. എന്തിന്? അതായത് ക്രെഡിറ്റേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. LLPക്ക് ഒത്തിരി ആൾക്കാർ കടം കൊടുത്തിട്ടുള്ള ഒത്തിരി ക്രെഡിറ്റേഴ്സ് ഒക്കെ കാണില്ല. അപ്പോൾ LLPയുടെ ക്രെഡിറ്റേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി ഇവർ മനഃപൂർവ്വം ഫ്രോഡുലൻറ്റ് പർപ്പസ് LLPയോ LLPയുടെ പാർട്ട്നേഴ്സോ ചെയ്തിട്ടുണ്ടെങ്കിൽ the liability of the LLP and partners who act at the intent to defraud creditors or for any fraudulent purposes shall be unlimited for all or any of the debt or other liabilities of the LLP. അതായത് ഒരു ഫ്രോഡുലൻറ്റ് പർപ്പസ് മനഃപൂർവ്വം ഒരു ക്രെഡിറ്ററിനെ പറ്റിക്കാൻ വേണ്ടി LLPയോ LLPയുടെ പാർട്ട്നേഴ്സോ മനഃപൂർവ്വം ഒരു ഫ്രോഡുലൻറ്റ് പർപ്പസിൽ ഒരു ഫ്രോഡുലൻറ്റ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി വരും. അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും അവരുടെ ലയബിലിറ്റി. അതായത് LLPക്ക് എത്രയുണ്ടോ ഡെപ്റ്റ്സ്, എത്രയുണ്ടോ ലയബിലിറ്റി, അതെല്ലാം അവർ പേ ഓഫ് ചെയ്യേണ്ടി വരും. പാർട്ട്ണറും പേ ഓഫ് ചെയ്യണം, LLPയും പേ ഓഫ് ചെയ്യണം. അവിടെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നൊരു കോൺസെപ്റ്റേ ഇല്ല. However, in case any such act is carried out by partner, the LLP is liable to the same extent as the partner unless it is established by the LLP that such act is without the knowledge of the authority of the LLP. അതായത് ഇനി ചെറിയൊരു കേസിൽ ഇപ്പോൾ ഒരു പാർട്ട്ണർ ആണ് ഒരു ഫ്രോഡുലൻറ്റ് പർപ്പസിൽ ഒരു ഫ്രോഡുലൻറ്റ് ആക്ട് ചെയ്തു. അതായത് വേറൊരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് LLPയുടെ പാർട്ട്ണർ ഒരു ഫ്രോഡ് പർപ്പസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ LLPക്ക് അതിലൊന്നും അറിവില്ല. എങ്കിലും LLP പ്രൂവ് ചെയ്യുക ഞങ്ങൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല
അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇപ്പം LLPക്ക് അതിലൊരു അറിവില്ല, LLP അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് LLP തെളിയിക്കുവാണെങ്കിൽ LLPക്ക് ലൈബിലിറ്റി വരില്ല. ആ ആരാണോ ഫ്രോഡ് പർപ്പസ് ചെയ്തിട്ടുള്ള ആ ഫ്രോഡ് ആക്ടിവിറ്റി ചെയ്തിട്ടുള്ള പാർട്ട്നേഴ്സിന് മാത്രമേ ലൈബിലിറ്റി വരുള്ളൂ. അതാണ് ഇതിൽ പറയുന്നത്. ഇനി ഇവിടെ വരുന്ന പെനാൽറ്റിയുടെ കേസ് പറയാനുണ്ട്. അതായത് ഇംപ്രസൺമെന്റ് ഫോർ ടൈം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 years. അതായത് ഇങ്ങനെ പണിഷബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ള പാർട്ട്നേഴ്സിന് 5 years വരെ ഇംപ്രസ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫൈനും വരാൻ ചാൻസ് ഉണ്ട്. ഫൈൻ എന്ന് പറയുന്നത് ഏതാ? ഷാൾ നോട്ട് ലെസ് ദാൻ 50,000 to 5 lakh. അതായത് 50,000 to 5 lakh വരെ ആയിരിക്കും അവർക്ക് വരുന്ന ഫൈൻ. ഇംപ്രസ്മെന്റ് എന്ന് പറയുന്നത് 5 years ആയിരിക്കും വരുന്നത്. ഇനി മൂന്നാമത്തെ കേസിൽ എന്താ പറയുന്നത്? വേർ ആൻ LLP or any other partner or DP or employee of such LLP has conducted the affairs of the LLP in a fraudulent manner. അതായത് LLPയുടെ ഒരു DPയോ പാർട്ണറോ എംപ്ലോയിയോ ഒക്കെ ഒരു തെറ്റായ രീതിയിൽ ഒരു കാര്യം ചെയ്തു എങ്കിൽ then without prejudice to any criminal proceedings which may arise under any law for the time being in force, LLP shall such partner or DP or employee shall be liable to pay compensation to any person who has suffered any loss or damage. അതായത് ഇതാണ് പറയുന്നത്. അതായത് ഒരു LLPയിലെ എംപ്ലോയി ഇവരൊക്കെ ഒരു ഫ്രോഡുലന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഒരാൾക്കൊരു ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഒരു ലോസോ ഡാമേജോ ഒക്കെ സഫർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രോഡ് പർപ്പസ് ചെയ്ത അവരെല്ലാം അവർക്ക് വേണ്ടിയിട്ട് കോമ്പൻസേഷൻ പേ ചെയ്യണം. ആർക്കാണ് ലോസ് സംഭവിച്ചത് ഇവരുടെ പ്രവൃത്തി മൂലം അവർക്ക് അതിനുള്ള ആ ലോസിനും ഡാമേജിനും വേണ്ടിയിട്ട് അത് പരിഹരിക്കാൻ വേണ്ട കോമ്പൻസേഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യണം. ഇനി താഴെ പറയുന്നുണ്ട്, however such LLP shall not be liable if any such partner or DP or employee has acted fraudulently without knowledge of LLP. ഇനി LLPയുടെ അറിവോടെ അല്ല ഈ പാർട്ണറോ DPയോ എംപ്ലോയിയോ ഒരു ഫ്രോഡ് പർപ്പസ് ചെയ്തതെങ്കിൽ LLPക്ക് ഒരിക്കലും ലൈബിലിറ്റി വരില്ല. കാരണം LLP അറിയാതെയാണ് ഈ പാർട്ട്നേഴ്സ് ഇങ്ങനെ ചെയ്തതെങ്കിൽ. അല്ലാത്ത കേസിൽ LLPയുടെ അറിവോടെ പാർട്ട്നേഴ്സോ DPയോ ഒക്കെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഫ്രോഡ് പർപ്പസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ അവർ കൊടുക്കണം. ഇനി സെക്ഷൻ 31 പറയുന്നത് വിസിൽ ബ്ലോവിങ് എന്താണെന്ന് പറയുന്നത്. അതെന്താ നമുക്ക് നോക്കാം. The court or tribunal may reduce or waive any penalty leviable against any partner or employee of a LLP if it is satisfied that such partner or employee of an LLP has provided useful information during investigation, and when any information given by partner or employee, whether or not during investigation, lead to LLP or any partner or LLP being convicted under this act or any other act. അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫ്രോഡുലന്റ് പർപ്പസ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് പെനാൽറ്റി LLPക്കും വരും പാർട്ട്നേഴ്സിനും വരും. അപ്പം ഇങ്ങനെ ഒരു പെനാൽറ്റി പണിഷ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ഫ്രോഡുലന്റ് പർപ്പസ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം ഇവര് ട്രൈബ്യൂണലിനെ ഇല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനൊക്കെ അറിയിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഈ കാര്യങ്ങൾ ഒറ്റിക്കൊടുക്കൂലോ. അതായത് ഇപ്പം ഒരു പാർട്ട്ണറിന് അറിയാം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ LLP വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ ഈ പെനാൽറ്റി വരുന്നത് ഒഴിവാക്കാൻ ചില ചാൻസസ് ഉണ്ട്. അതായത് ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പാർട്ണറോ എംപ്ലോയിയോ ഒക്കെ ആയിട്ടുള്ളവർ അവരെ പോയി കാര്യങ്ങളൊക്കെ പറയുക. യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇൻവെസ്റ്റിഗേഷൻസ് ടൈമിൽ പാർട്ണറോ എംപ്ലോയിയോ പോയി ഇങ്ങനെയൊക്കെ കാര്യങ്ങളെന്ന് പോയി പറയുവാണെങ്കിൽ അവരെ ഈ അതായത് ഇങ്ങനെ ഒരു ഫ്രോഡ് പർപ്പസ് ചെയ്തിട്ടുള്ള അതിന് എഫക്റ്റ് ആയിട്ട് വരുന്ന ചില പണിഷ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. കോർട്ടോ ട്രൈബ്യൂണലോ മേ റെഡ്യൂസ് ഓർ വേവ് എനി പെനാൽറ്റി ലെവിയബിൾ അഗെയിൻസ്റ്റ് എനി പാർട്ണർ എംപ്ലോയി LLP. അതായത് ഇങ്ങനൊരു ഫ്രോഡ് പർപ്പസ് ചെയ്തിട്ട് അവർക്ക് വരുന്ന പെനാൽറ്റിയോ പണിഷ്മെന്റോ ഒക്കെ വേവ് ഓഫ് ചെയ്ത് കളയാനോ ഇല്ലെങ്കിൽ ആ പണിഷ്മെന്റ് ഒക്കെ കുറയ്ക്കാനോ ഒക്കെ സഹായിക്കും. കാരണം ഒരു LLPയിലെ പാർട്ണറോ എംപ്ലോയിയോ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് ആ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ കോർട്ടോ ട്രൈബ്യൂണലോ അവർക്ക് വരാൻ പോകുന്ന പണിഷ്മെന്റ് ഒഴിവാക്കി കൊടുക്കും. ഇനി ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ ഈ LLPയുടെ കാര്യം ചെന്ന് അവർക്ക് പറയുന്നതെന്ന് പറയുന്നത് LLPനെ സംബന്ധിച്ച് അത് ശരിയാണോ? അല്ല. കാരണം LLPയുടെ സ്വന്തം കുറ്റം ചെന്ന് സ്വന്തം പാർട്ണർ പോയി അവരോട് പോയി പറയുമ്പോൾ LLP വേണമെങ്കിൽ ചില ആക്ഷൻസ് ഒക്കെ അവർക്കെതിരെ എടുക്കാം. LLPന്ന് പിരിച്ചു വിടുവോ അങ്ങനെയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട്
ഒരു ആക്ട് പ്രൊവിഷൻ കൊണ്ടുവന്നേക്കുവാണ്. അങ്ങനെ ഒരു യൂസ്ഫുൾ ഇൻഫോർമേഷൻ ഒരു പാർട്ണറോ എംപ്ലോയിയോ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് പറയുവാണെങ്കിൽ അവർക്കെതിരെ ഒരു ആക്ഷനും LLP എടുക്കാൻ പാടില്ല. കാരണം അവരുടെ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതാണ് ഇതിൽ പറയുന്നത്. നോ പാർട്ണർ ഓർ എംപ്ലോയി ഓഫ് എനി LLP മേ ഡിസ്ചാർജ്, ഡിമോട്ടഡ്, സസ്പെൻഡ്, ത്രെറ്റൻഡ്, ഹറാസ്ഡ്. അതായത് ഇങ്ങനെ ഒരു കാര്യം ചെന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ ഒക്കെ അറിയിക്കുവാണെങ്കിൽ ഒരിക്കലും LLPന്ന് അവരെ സസ്പെൻഡ് ചെയ്യുകയോ ഹറാസ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏതായാലും പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പോയി ആ കാര്യങ്ങളെല്ലാം പോയി അറിയിക്കുവാണെങ്കിൽ അവർക്ക് പണിഷ്മെന്റും വരില്ല. അതുപോലെ തന്നെ LLPന്ന് അവരെ ഒഴിവാക്കത്തുമില്ല. അതാണ് ഈ വിസിൽ ബ്ലോവിംഗ് എന്ന് പറയുന്ന സെക്ഷൻസ്. ഇത് ആക്ച്വലി നല്ലൊരു നല്ല സെക്ഷൻസ് വെച്ചാൽ അങ്ങനെയല്ല, ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ്. പിന്നെ ഈ പോയി പറയുക, ഈ യൂസ്ഫുൾ ഇൻഫോർമേഷൻ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതിന് വേണ്ടിയിട്ടാണ്. കാരണം ഫ്രോഡ് പർപ്പസ് ചെയ്യുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഉള്ളത് കൊണ്ടാണല്ലോ ഫ്രോഡ് പർപ്പസ് നമ്മൾ പറയുന്നത്. അപ്പം LLPയുടെ ആംഗിളിൽ നിന്നല്ല, നമ്മൾ ശരിക്കും അതൊരു നല്ല പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ എംപ്ലോയിയോ പാർട്ട്ണറോ ഈ കാര്യങ്ങൾ ചെന്ന് അറിയിക്കേണ്ടത്, യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കേണ്ടത്. അപ്പം ലോയുടെ രീതി ചിന്തിക്കുമ്പോൾ, കോർട്ടിൻ്റെ രീതി ചിന്തിക്കുമ്പോൾ അത് ആക്ച്വലി ഒരു നല്ല പർപ്പസാണ്. ആ കാര്യങ്ങൾ പോയി ഒറ്റിക്കൊടുക്കുക എന്ന് നമ്മൾ പറയും. പക്ഷെ അതൊരു നല്ല പർപ്പസാണ്. അതുകൊണ്ടാണ് അവരുടെ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കോടതി. കാരണം ഇല്ലെങ്കിൽ LLPന്ന് പിരിച്ചു വിടുകയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു എന്ന രീതിയിൽ LLP ഒരിക്കലും അവർക്കെതിരെ ഓരോ ആക്ഷൻസും ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ വിസിൽ ബ്ലോവിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ്. ഇനി അടുത്ത സെക്ഷൻ 32 പറയുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. അതായത് എ കോൺട്രിബ്യൂഷൻ ഓഫ് എ പാർട്ണർ may consist of tangible, immobile or movable, intangible property or any other benefit to the limited liability partnership. അതായത് ഒരു LLPയിൽ വേണമെങ്കിൽ ഒരു പാർട്ണറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ടാഞ്ചിബിളോ, ഇമ്മൂവബിളോ, മൂവബിളോ, ഇൻടാഞ്ചിബിളോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ വരുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിൽ മണി വരും, പ്രോമിസറി നോട്ട്സ്, മറ്റ് എഗ്രിമെൻറ്റ്സ്, ക്യാഷോ പ്രോപ്പർട്ടിയോ ഒക്കെ, കോൺട്രാക്ട്സോ ഒക്കെ ഈ പാർട്ട്നേഴ്സിന് LLPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്താണ്, each partner shall be accounted for and disclosed in the accounts of the limited LLP in the manner as may be prescribed. അതായത് ഒരു പാർട്ണർ LLPയിലേക്ക് എത്ര രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ LLP കോൺട്രിബ്യൂട്ട് ചെയ്തു, ആ കാര്യങ്ങളെല്ലാം LLPയുടെ അക്കൗണ്ടിൽ അതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുകയും അക്കൗണ്ട് ചെയ്യുകയും ചെയ്യണം. എത്രയാണോ ഒരു ഈച്ച് പാർട്ട്നേഴ്സും എത്രയാണോ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മോണിറ്ററി വാല്യൂസ് അതെല്ലാം LLPയുടെ അക്കൗണ്ടിൽ ഡിസ്ക്ലോസ് ചെയ്യുകയും അക്കൗണ്ട് ചെയ്യുകയും ചെയ്യണം. അതാണ് അതിൽ പറയുന്നത്. ഇനി സെക്ഷൻ 33 എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻ ടു കോൺട്രിബ്യൂട്ട് ആണ്. അതെന്താണ് നമുക്ക് നോക്കാം. ദ ഒബ്ലിഗേഷൻ ഓഫ് എ പാർട്ണർ ടു കോൺട്രിബ്യൂട്ട് മണി ഓർ അതർ പ്രോപ്പർട്ടി ഓർ അതർ ബെനിഫിറ്റ് ഓർ ടു പെർഫോം സർവീസസ് ഫോർ LLP ഷാൽ ബി ആസ് പെർ ദ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. അതായത് ഇത്ര ഓർത്താൽ മതി, LLPയിൽ എഗ്രിമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ LLPയുടെ എഗ്രിമെൻറ്റ് ബേസ് ചെയ്താണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം LLP എഗ്രിമെൻറ്റ് പ്രകാരം വേണം ഒരു പാർട്ണർ അവിടെ മണിയോ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതല്ലേ LLPയുടെ എഗ്രിമെൻറ്റ് പ്രകാരം വേണം കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്താനായിട്ട്. അതാണ് ഇതിൽ പറയണത്. ഇനി സെക്ഷൻ 34 ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്, അതർ റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് എക്സെട്ര. അതായത് LLP ചില ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ചില റെക്കോർഡ്സുകൾ, ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, നിർബന്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് LLP മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. LLP ഷാൾ മെയിൻറ്റെയിൻ സച്ച് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട് ചെയ്യണം റിലേറ്റഡ് ടു ഇറ്റ്സ് അഫേഴ്സ് ഓഫ് ഫോർ ഈച്ച് ഇയർ ഓഫ് ഇറ്റ് എക്സിസ്റ്റൻസ്. അതായത് ഈ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്തായിരിക്കണം വെക്കേണ്ടത്, അതായത് ഓരോ ഇയറിലും അവർ എന്ത് തരത്തിലുള്ള കാര്യങ്ങളിലാണ് അവർ ഏർപ്പെടുന്നത്, റിലേറ്റിംഗ് ടു ഇറ്റ്സ് അഫേഴ്സ്. അവർ LLPയുടെ അഫേഴ്സ് എന്തൊക്കെയാണോ, അവരുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം ഓരോ ഇയറിലും അവർ അത് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ക്യാഷ് ബേസിസോ ആക്രുവൽ ബേസിസോ എല്ലാം ആയിരിക്കണം അവർ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ അക്കോർഡിംഗ് ടു ഡബിൾ എൻട്രി സിസ്റ്റം ആയിരിക്കണം അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. പിന്നെ ഷാൾ മെയിൻറ്റെയിൻ ദ സെയിം ആസ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസിൽ വേണം അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പിന്നെ ഫോർ സച്ച് പീരീഡ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, എത്ര വർഷത്തിന് വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ. അപ്പം ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം നിർബന്ധമായിട്ടും. അതിൽ അക്രൂവൽ ബേസിസിലോ ക്യാഷ് ബേസിസിലോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ അഫേഴ്സ്, പിന്നെ ഡബിൾ എൻട്രി വേണം ഫോളോ ചെയ്യാൻ, അതൊക്കെയാണ് പറയേണ്ടത്.
പിന്നെ ഇപ്പം പിന്നെ ഫോർ സച്ച് പീരിയഡ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ എത്ര നാളത്തിന് വേണ്ടി ആ ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യണം, പെർമനൻ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യണോ, ആ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ട് അവർ ചെയ്യണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസി, അതായത് ഈ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു ഈ LLP സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സും സോൾവൻസിയും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സും സോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം LLPയോട് നിർബന്ധമായിട്ടും ഫയൽ ചെയ്യാനായിട്ട് പറയുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസി. എവരി LLP ഷാൽ ഫയൽ, അതായത് നിർബന്ധമായിട്ട് എല്ലാ LLPകളും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടും സോൾവൻസിയും പ്രിപ്പയർ ചെയ്യണം. ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഈച്ച് ഫിനാൻഷ്യൽ ഇയർ, അതായത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 6 months, വിത്തിൻ എ പീരീഡ് ഓഫ് 6 monthsലാണ് ഇത് കീപ്പ് ചെയ്യേണ്ടത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസി പ്രിപ്പയർ ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 6 monthsനുള്ളിലാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 6 monthsനുള്ളിൽ ഫയലും ചെയ്യണം. ഓക്കെ, പിന്നെ എന്താണ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് സോൾവൻസി എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഫോർത്ത് സെറ്റ് ഫിനാൻഷ്യൽ ഇയർ, ലാസ്റ്റ് ഡേ ഓഫ് സെറ്റ് ഫിനാൻഷ്യൽ ഇയർ ഇൻ സച്ച് ഫോമാറ്റ്സ് മേ ബി പ്രിസ്ക്രൈബിൾ വേണം. പിന്നെ സച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഷാൽ ബി സൈൻഡ് ആൻഡ്, അതായത് പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് അതെല്ലാം സൈൻ ചെയ്യണം. ആര്? LLPയുടെ DPകൾ സൈനൊക്കെ ചെയ്യണം. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യേണ്ട ഡേറ്റ് നോക്കണം, ഫിനാൻഷ്യൽ കഴിഞ്ഞിട്ട് 6 monthsനുള്ളിൽ വേണം അത് ഫയൽ ചെയ്യാനായിട്ട്. പിന്നെ മൂന്നാമത്തെ എന്താണ്, എവരി LLP ഷാൽ ഫയൽ വിത്തിൻ ദ പ്രിസ്ക്രൈബ് ടൈം, വിത്തിൻ ദ, അതായത് എല്ലാ LLPകളും പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസീസും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. പ്രിപ്പയർ ചെയ്യുകയും അത് ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്യണം വിത്ത് ദ രജിസ്ട്രാർ. ഇതൊക്കെ ഫയൽ ചെയ്യേണ്ടത് ആർക്കാ? രജിസ്ട്രാറിന് വേണം നമ്മൾ ഇതെല്ലാം ഫയൽ ചെയ്യേണ്ടത്. എവരി ഇയർ ഇൻ സച്ച് ഫോം ആൻഡ് മാനർ അക്കൗണ്ടഡ് ബൈ സച്ച് ഫീസൊക്കെ അടച്ചിട്ട് കറക്റ്റ് ടൈമിനുള്ളിൽ രജിസ്ട്രാറിന് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ എന്താണ്, the accounts of LLP shall be audited in accordance with such rules as may be prescribed. പിന്നെ റൂൾസ് ഒക്കെ പറയുന്നത് പോലെ വേണം നമ്മൾ LLPയുടെ അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യാനും. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ഗസറ്റ്, സെൻട്രൽ ഗവൺമെൻറ് വല്ല സ്പെഷ്യൽ ആയിട്ട് വല്ല ഒഫീഷ്യൽ ഗസറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ക്ലാസ്സസ് ഓഫ് LLPക്ക് ചില എക്സംഷൻ ഒക്കെ കിട്ടും. പിന്നെ പെനാൽറ്റി വരാൻ ചാൻസ് ഉണ്ട്. അതായത് എന്തെങ്കിലും പ്രൊവിഷൻസ് വല്ലതും ഇവർ കംപ്ലൈ ചെയ്തിട്ടില്ലേ, കോൺട്രാവെൻഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പണിഷ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. LLPക്ക് 100 രൂപ വീതം പെർ ഡേ ടു മാക്സിമം 1 lakh വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാ DPകൾക്ക് 100 രൂപ വീതം മാക്സിമം 50,000 rupees വരാൻ ചാൻസ് ഉണ്ട് പെനാൽറ്റിയെ. പിന്നെ പെനാൽറ്റി നോൺ കംപ്ലൈൻസ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് സബ്സെക്ഷൻ 1 and 2 4 അതിൽ എന്തെങ്കിലും പ്രൊവിഷൻസിൽ നോൺ കംപ്ലൈൻസ് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LLPക്ക് ഒരു 25,000 കുറയാത്ത രീതിയിൽ പെനാൽറ്റി ടു 5 lakh വരാൻ ചാൻസ് ഉണ്ട്. എവരി DP നോട്ട് ലെസ് ദാൻ 10,000 to 1 lakh വരെയാണ് പെനാൽറ്റീസ്. അപ്പോൾ പെനാൽറ്റിയുടെ കേസാണ് ഇതിൽ പറയുന്നത്. അതായത് എന്തെങ്കിലും തരത്തിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, പിന്നെ അങ്ങനത്തെ കേസിലൊക്കെ അവർക്ക് വരുന്ന പെനാൽറ്റിയാണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. പിന്നെ സെക്ഷൻ 34A പറയുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് സെക്ഷൻ 132 ഓഫ് കമ്പനീസ് ആക്ട് 2008 NFRA പറ്റി പറയുന്നത്. NFRA എന്ന് പറയുന്നത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. അപ്പോൾ ഈ LLPയുടെ കേസിലും NFRA ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്. അതായത് അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഓഫ് അക്കൗണ്ട്സിങ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിങ് റെക്കമെൻഡ് ബൈ IC, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതൊക്കെ NFRAയുടെ കേസും ഈ LLPക്ക് ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്. ഇനി ആനുവൽ റിട്ടേൺ, അതായത് എല്ലാ LLPകളും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Every LLP shall file an annual return duly authenticated with the registrar within 60 days of closure of its financial year in such form and manner as accompanied by such fees as may be prescribed. അതായത് എല്ലാ LLPകളും ആനുവൽ റിട്ടേൺ authenticated ഒക്കെ ചെയ്തിട്ട് ഫയൽ ചെയ്യണം. രജിസ്ട്രാർക്ക് അത് ഫയൽ ചെയ്യണം. ഫയൽ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് വിത്തിൻ 60 daysനുള്ളിൽ വേണം നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. ഇനി ഇതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് the financial year of LLP closes on 31st March 2022. Then LLP has to file an annual return with the registrar latest by 13th May. അതായത് വിത്തിൻ 60 days കൊണ്ടാണല്ലോ നമ്മൾ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ പറയേണ്ടത് നമ്മുടെ ഒരു LLPയുടെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത് 31st March 2022. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 60 daysനുള്ളിൽ വേണം നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. അപ്പം 31st March കഴിഞ്ഞിട്ട് 60 days വരുന്ന എന്നാണ്? ഏപ്രിലിൽ 30 ദിവസമുണ്ട്, മെയ്യിൽ എത്ര ദിവസമുണ്ട്? 30 ദിവസമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ May 30 ആകുമ്പോഴേക്കും 2022 May 30 ആകുമ്പോഴേക്കും 60 days ആവും. അപ്പോൾ നമ്മൾ അന്നാണ് രജിസ്ട്രാർക്ക്
ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ആനുവൽ റിട്ടേൺ ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാ? DP ആണ്. ഒരു LLPയുടെ DP ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെന്താണ്, പിന്നെ ഇതിൽ ചെറിയൊരു നോട്ട് ഉണ്ട്. അതായത് ഇൻ LLP കോൺട്രാക്ട് ഡിസ്റ്റിങ് ഫ്രം പാർട്ണർഷിപ്പ് ആക്ട് 1932 ഹാസ് പ്രിപ്പയർ ദ ഫൈലിംഗ് ആനുവൽ റിട്ടേൺ അക്കോർഡിംഗ് വിത്ത്. അതായത് ഈ LLPയിൽ പാർട്ണർഷിപ്പ് ആക്ട്, ഈ ഇവിടെ നമ്മൾ പറഞ്ഞാൽ കമ്പനീസ് ആക്ടിന്റെ ആപ്ലിക്കബിലിറ്റി LLPയിൽ വരും. പക്ഷേ ഈ പാർട്ണർഷിപ്പ് ആക്ടിന്റെ ആപ്ലിക്കബിലിറ്റി ഒരിക്കലും LLPയിൽ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇനി പെനാൽറ്റി ഉണ്ട്. ഈ ആനുവൽ റിട്ടേൺസ് ഒന്നും ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ, വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ ഇതൊന്നും ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ പെനാൽറ്റി വരും. പെനാൽറ്റി എന്ന് പറയുന്നത് ഏതാണ്? LLPക്ക് 100 രൂപ വീതം ടു മാക്സിമം 1 lakhും എവറി DPക്ക് 100 രൂപ വീതം ടു 50,000 rupees പെനാൽറ്റി വരാൻ ചാൻസ് ഉള്ളത്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന്. അപ്പോൾ ഈ 2 ഡേറ്റ് തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് വിത്തിൻ 6 months ആണ്. അതായത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിലാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസീസ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഫയൽ ചെയ്യേണ്ടത്. പക്ഷേ ഇൻ കേസ് ഓഫ് എന്താണ് ആനുവൽ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 60 ദിവസമാണ്. അപ്പം ആദ്യം ആനുവൽ റിട്ടേൺ ആണ്, അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസിയുടെ കാര്യം ഓർക്കണം. അപ്പോൾ ഡേറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത എന്താണ്? ഇൻസ്പെക്ഷൻ ഓഫ് ഡോക്യുമെന്റ് കെപ്റ്റ് ബൈ രജിസ്ട്രാർ സെക്ഷൻ 36. ഇതിലെന്താ പറയുന്നത് നോക്കി. ദി ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ നെയിം ഒക്കെ ചേഞ്ച് ചെയ്യുക ആ കേസ്, പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസീസ്, ആനുവൽ റിട്ടേൺ, ഇതൊക്കെ LLP രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യും നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫയൽ ചെയ്തിട്ടുള്ള ഈ ഡോക്യുമെന്റ്സ് ഒക്കെ പിന്നീട് ഇൻസ്പെക്ഷൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. LLPക്ക് വേണമെങ്കിൽ ആ ഫയൽ ചെയ്ത കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻസ്പെക്ഷൻ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? ബൈ എനി പേഴ്സൺ ഇൻ സച്ച് മാനർ ആൻഡ് ഓൺ പേയ്മെന്റ് ഓഫ് സച്ച് മേ ബി പ്രിസ്ക്രൈബ്. അതായത് ഫീസ് ഒക്കെ അടച്ച് വേണമെങ്കിൽ ആർക്കും അത് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ള ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റോ സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസീസോ ആനുവൽ റിട്ടേണോ ഒക്കെ വേണമെങ്കിൽ ബൈ എനി പേഴ്സൺ വേണമെങ്കിലും അത് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ബൈ എനി പേഴ്സൺ. ഇനി LLPയുടെ അത് പാർട്ണർ ആവണമെന്നൊന്നും അതിൽ പറയുന്നില്ല. ആർക്കും അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഫീസ് ഒക്കെ അടയ്ക്കുവാണെങ്കിൽ നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ള ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്, അക്കൗണ്ട്, സോൾവൻസി അതെല്ലാം നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു പെനാൽറ്റിയുടെ കേസ് പറയുന്നുണ്ട്. ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഇനി അതായത് റിട്ടേൺ നമ്മൾ ആനുവൽ റിട്ടേണോ സ്റ്റേറ്റ്മെന്റ്സോ അതർ ഡോക്യുമെന്റ്സോ ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിൽ എന്തെങ്കിലും ഫാൾസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തത്. വിച്ച് ഈസ് ഫാൾസ് ഇൻ എനി മെറ്റീരിയൽ പർട്ടിക്കുലർ നോവിങ് ടു ബി ഫാൾസ്. അതായത് നമ്മൾ കൊടുത്ത സാധനത്തിൽ തെറ്റായ കാര്യമാണ് നമ്മൾ ആ ഡോക്യുമെന്റിലൊക്കെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ഒരു LLPയുടെ മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്റ്റ് നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് ഒമിറ്റ് ചെയ്തു. അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു LLPയുടെ ഒരു ഭയങ്കര വേണ്ടിയതായിട്ടൊരു മെറ്റീരിയൽ ഫാക്റ്റ് നമ്മൾ അതിൽ കൊടുത്തിട്ടില്ല, ഒമിറ്റ് ചെയ്ത് കളഞ്ഞു. അതായത് അതിൽ എഴുതിയിട്ടേ ഇല്ല. പിന്നെ നമ്മൾ കൊടുത്ത സാധനങ്ങളെല്ലാം തെറ്റുവാണ്. അങ്ങനത്തെ കേസിൽ വരുന്ന പെനാൽറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്താ നമുക്ക് നോക്കാം. പണിഷബിൾ ആണ് വിത്ത് ഇംപ്രസ്മെന്റ് ഫോർ എ ടൈം വിച്ച് മേ എക്സ്റ്റെൻഡ് 2 years വരെ ഇംപ്രസ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. And also be liable to fine which may extend to 5 lakh rupees but which shall not less than 1 lakh rupees. അതായത് ലൈബിലിറ്റി വരാൻ ചാൻസ് ഉണ്ട്. 5 lakh rupees വരെ എക്സ്റ്റെൻഡ്, അതായത് 1 lakh to 5 lakh rupees ആണ് ഫൈൻ വരുന്നത്. ഇംപ്രസ്മെന്റ് എന്ന് പറഞ്ഞാൽ 2 years ആണ്. കുറഞ്ഞത് 1 lakh to 5 lakhും ഇംപ്രസ്മെന്റ് 2 years. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആണ്. പെനാൽറ്റി ഫോർ എന്താണ്, ഇപ്പൊ നമ്മൾ കൊടുത്ത റിട്ടേൺ സ്റ്റേറ്റ്മെന്റിലൊക്കെ എന്തെങ്കിലും തെറ്റായ രീതി ഫാൾസ്, നമുക്കറിയാം അത് തെറ്റാണ്. അപ്പം മനഃപൂർവ്വം നമ്മൾ ഫാൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയൽ ഫാക്റ്റ് ഒക്കെ നമ്മൾ തെറ്റായ രീതിയിൽ കൊടുക്കുകയും ഇല്ലെങ്കിൽ ശരിക്കും വേണ്ടിയ കാര്യങ്ങൾ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പണിഷ്മെന്റ് വരും. ഇംപ്രസ്മെന്റ് 2 years ആൻഡ് ഫൈൻ ഈസ് 1 lakh to 5 lakh ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി അടുത്ത സെക്ഷൻ 38 ആണ്. സെക്ഷൻ 38 എന്താ പറയുന്നത് നോക്കാം. പവർ ഓഫ് രജിസ്ട്രാർ ടു ഒബ്റ്റെയിൻ ഇൻഫോർമേഷൻസ്. ഇതെന്താ നമുക്ക് നോക്കാം. In order to obtain such information as the registrar may consider necessary for the purpose of carrying out the provisions that register may require any person including any present or former part of DP. അത് ഇത്ര ഓർത്താൽ മതി. അതായത് ഇപ്പം രജിസ്ട്രാർക്ക് തോന്നുവാണ് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ വേണം,
അതായത് LLP സംബന്ധിച്ചിട്ടുള്ള ഒരു മെയിൻ ഇൻഫോർമേഷൻ രജിസ്ട്രാർക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾക്കൊന്നെങ്കിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ട്ണറിനോടോ ഇപ്പോഴത്തെ DPയോടോ ഇല്ലെങ്കിൽ അവിടുത്തെ പാർട്ട്നേഴ്സിനോടോ എംപ്ലോയിയോടോ ഒക്കെ ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ആൻസർ ടു എനി ക്വസ്റ്റ്യൻ ടു മേക്ക് എനി ഡിക്ലറേഷൻ ഓഫ് സപ്ലൈ ഡീറ്റെയിൽസ് റൈറ്റിംഗ് ടു ഹിം വിത്ത് റീസണബിൾ പീരീഡ്. അതായത് ഒരു റീസണബിൾ പീരീഡിനുള്ളിൽ വേണമെങ്കിൽ രജിസ്ട്രാർക്ക് അവിടെ ഉണ്ടായിരുന്നവരോടോ ഇപ്പോൾ ഉള്ളവരോടോ ഒക്കെ വേണമെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റും. എന്തെങ്കിലും കാര്യത്തിലൊരു ഡൗട്ടോ എന്തെങ്കിലും ഫാൾസ് എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് പോയി ചോദിച്ച് മനസ്സിലാക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം രജിസ്ട്രാർ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് രജിസ്ട്രാറിന്റെ പവറാണ്. ഇനി പറയുന്ന കേസ് അടുത്ത സെക്ഷനാണ് നോക്കാം. ഇൻ കേസ് എനി പേഴ്സൺ റെഫേർഡ് ടു സബ്സെക്ഷൻ 1, അതായത് ഈ പേഴ്സൺസ് ഒക്കെ ഇല്ലേ, എംപ്ലോയിയോ DPയോ നേരത്തെ പാർട്ട്നേഴ്സോ പാർട്ട്നേഴ്സ് ഇപ്പോഴത്തെ പാർട്ട്നേഴ്സോ ഒക്കെ ഡസ് നോട്ട് ആൻസർ സച്ച് ക്വസ്റ്റ്യൻ ഓർ മേക്ക് സച്ച് ഡിക്ലറേഷൻ ഓർ സപ്ലൈ സച്ച് ഡീറ്റെയിൽസ് ഓർ പർട്ടിക്കുലർ ആസ്ക് ഫോർ ദ രജിസ്ട്രാർ വിത്തിൻ റീസണബിൾ ടൈം ഓർ ടൈം ഗിവൺ ബൈ ദ രജിസ്ട്രാർ. ഇനി രജിസ്ട്രാർ അവരോടൊക്കെ ഇൻഫോർമേഷൻ ചോദിച്ചു, ഇത്ര സമയത്തിനുള്ളിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരാരും രജിസ്ട്രാർ പറഞ്ഞിട്ട് ഒരു ആൻസറും കൊടുത്തില്ല, വേണ്ടപ്പെട്ട ഇൻഫോർമേഷൻസും കൊടുത്തിട്ടില്ല, ആൻസറും കൊടുത്തിട്ടില്ല, ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസും ഡിക്ലറേഷനും ഒന്നും ഇവർ കൊടുത്തിട്ടില്ല. അങ്ങനത്തെ കേസിൽ രജിസ്ട്രാർ നോട്ട് സാറ്റിസ്ഫൈ വിത്ത് ഇല്ലെങ്കിൽ ഇനി ഇവർ റിപ്ലൈ കൊടുത്തു, പക്ഷെ റിപ്ലൈ കൊടുത്തതിലൊന്നും ഈ രജിസ്ട്രാർ സാറ്റിസ്ഫൈ ആയിട്ടില്ല. അങ്ങനത്തെ കേസിൽ രജിസ്ട്രാറിന് വേണമെങ്കിൽ ഹാസ് ദ പവർ ടു ഇഷ്യൂ എ സമ്മൺ that the person to appear before him or inspector or any other public officer whom the registrar may designate to answer any such question. അതായത് ഇനി അതായത് ഈ രജിസ്ട്രാർക്ക് അവർ വന്ന ആൻസർ ഒന്നും പറഞ്ഞില്ല, ഇല്ലെങ്കിൽ പറഞ്ഞ ആൻസറിലൊന്നും സാറ്റിസ്ഫൈ ആയിട്ടില്ല. അങ്ങനെ വന്നിട്ടുള്ള കേസിൽ രജിസ്ട്രാർക്ക് വേണമെങ്കിൽ ഒരു സമ്മൺ ഇഷ്യൂ ചെയ്യാൻ പറ്റും. സമ്മൺ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, കോർട്ടിന് മുന്നിൽ പോയി ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താം. അതായത് രജിസ്ട്രാർ ആരോടാണോ ചോദിച്ചത് അവര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ലെങ്കിൽ സമ്മൺ ഇഷ്യൂ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ കോർട്ടിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറയണം. എന്തുകൊണ്ട് ഇയാൾ പറഞ്ഞില്ല, വേണ്ടപ്പെട്ട ഇൻഫോർമേഷൻ എന്തൊക്കെയാണ്, ആ ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം ROCക്കുള്ള മെയിൻ ഒരു റൈറ്റും പവറുമാണ്. അതായത് ഒരു എംപ്ലോയി ഇൻഫോർമേഷൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ROC അതായത് രജിസ്റ്റർ സമ്മൺ ഇഷ്യൂ ചെയ്യും, അവർക്ക് സമ്മൺ ഇഷ്യൂ ചെയ്യും. എന്തുകൊണ്ടാണ് ഇൻഫോർമേഷൻ തന്നില്ല എന്നുള്ള റീസൺ അവർ കോടതിയിൽ വന്നിട്ട് ആ എംപ്ലോയി പറയണം. അതിനെയാണ് സമ്മൺ എന്ന് പറയുന്നത്. അപ്പം അതൊരു പവറാണ്. കാരണം വേണ്ടപ്പെട്ട ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടണം എന്നുള്ളത് രജിസ്ട്രാറിന്റെ കടമയാണ്. പിന്നെ ഈ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൻസർ പറയണമെന്നുള്ളതും ഈ എംപ്ലോയീസിന്റെ ഒക്കെ ഡ്യൂട്ടിയാണ്. പക്ഷെ അത് അവർ പാലിച്ചില്ലെങ്കിലാണ് സമ്മണ് ഈ രജിസ്റ്റർ ഇഷ്യൂ ചെയ്യുന്നത്. ലാസ്റ്റത്തെ കേസ് എനി പേഴ്സൺ ഹു വിത്തൗട്ട് ലോഫുൾ എക്സ്ക്യൂസ് ഫെയിൽ ടു കംപ്ലൈ വിത്ത് എനി സമ്മൺസ് ഓർ റിക്വസിഷൻ ഓഫ് രജിസ്റ്റർ. അതായത് ഇനി സമ്മൺ ഇഷ്യൂ ചെയ്തു, സമ്മൺ ഇഷ്യൂ ചെയ്തിട്ടും അയാൾക്ക് പ്രത്യേകിച്ച് അയാൾ സമ്മൺ ഇഷ്യൂ ചെയ്തിട്ട് അവിടെ വന്നൊന്നും പറഞ്ഞില്ല, പിന്നെ എക്സ്ക്യൂസസ് എന്ന് പറയുന്നത് വിത്തൗട്ട് ലോഫുൾ, അതായത് റീസണബിൾ ആയിട്ടുള്ള എക്സ്ക്യൂസസ് ഒന്നും അല്ല. വേണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കറക്റ്റ് റീസൺ കൊണ്ടാണ് അയാൾ വന്നില്ല എങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അയാളുടെ റീസൺ ഒരു വാലിഡ് ആയിട്ടുള്ള റീസണും അല്ല. അയാൾ സമ്മൺ ഇഷ്യൂ ചെയ്തിട്ടും പോയി ആൻസർ ഒന്നും പറഞ്ഞില്ല എങ്കിൽ അയാൾക്ക് പണിഷബിൾ വരും. അതായത് ആരോടാണ് ഇൻഫോർമേഷൻ പറയാൻ പറഞ്ഞ അയാൾ വന്ന് ആൻസർ പറഞ്ഞില്ലെങ്കിൽ അയാൾക്ക് വരുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫൈൻ ആണ്. ഫൈൻ എന്ന് പറഞ്ഞാൽ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 2000 rupees to 25,000 rupees. അതായത് 2000 തൊട്ട് 25,000 വരെയാണ് അവർക്ക് വരുന്ന പണിഷ്മെന്റ്. ഇനി അടുത്ത സെക്ഷനാണ് കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ്, സെക്ഷൻ 39. Notwithstanding anything contained in the Code of Criminal Procedures 1973, the regional director or any other office not below the rank of regional director authorized by central government may compound any offense under this act. അതായത് ചില കേസിൽ ചില തരത്തിലുള്ള പണിഷബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്രസൺമെന്റ് വരും, ഫൈൻ വരും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വലിയ കുറ്റമൊന്നുമല്ല, വലിയ കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസ് ആപ്ലിക്കബിൾ ആവത്തില്ല. അതായത് ഞാൻ പറയാം, ഇപ്പൊ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു, അപ്പൊ ലോയിൽ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് ഇത്ര നാൾ ജയിലും ഇത്ര ഫൈനും വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പം ഈ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇംപ്രസൺമെന്റിന് പകരം ആ ഫൈൻ അങ്ങ് അടച്ച് വേണേ തീർക്കാം. നോക്കി, which is punishable with the fine only by collecting from a person reasonably suspected having committed the offense. ഒഫൻസ് ചെയ്ത ആൾ വേണമെങ്കിൽ ഫൈൻ അടച്ചുകൊണ്ട് വേണമെങ്കിൽ ആ ഒഫൻസിന് കോമ്പൗണ്ട് ചെയ്യാം. അതായത് ഇപ്പം ജയിൽ എന്ന് പറയുന്ന കുറ്റത്തിന് പകരം ആ ജയിലിൽ പോകേണ്ട കുറ്റത്തിന് പകരമായിട്ട് വേണമെങ്കിൽ അതിന് തുല്യമായ ഫൈൻ വേണമെങ്കിൽ അടച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കേസ്. അപ്പം ഇവിടെ ഫൈൻ എന്ന് പറയുമ്പോൾ
sum which may extend to the amount of maximum fine provided for the offence but shall not be lower the minimum. അപ്പോൾ ഒരു ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെയാണ് പണിഷ്മെന്റ് ഫീസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ വരുന്ന പണിഷ്മെന്റ് ഒന്നുകിൽ മാക്സിമം രൂപ വരെ പോകാം, പക്ഷെ ഒരിക്കലും മിനിമത്തിൽ താഴെ ഒരിക്കലും ഫൈൻ വരില്ല. അതായത് ലെസ് ദാൻ ഫൈൻ ഒരിക്കലും വരില്ല. എത്രയാണോ മാക്സിമം ഫൈൻ വരുന്നത് മിനിമം ടു മാക്സിമം വരെ ഫൈൻ കൊടുത്തുകൊണ്ട് വേണമെങ്കിലും ആ പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്ര ഓർത്താൽ മതി. ചില കേസിൽ മാത്രം നമുക്ക് പണിഷ്മെന്റ് കോമ്പൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം കോമ്പൗണ്ട് ചെയ്യണമെങ്കിൽ അത് ആക്റ്റിൽ പ്രത്യേകം പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ വലിയൊരു കുറ്റം ചെയ്തിട്ട് ജയിലിൽ കിടക്കാതെ കൊണ്ട് ഫൈൻ മാത്രം അടയ്ക്കാൻ പറ്റില്ല. അപ്പം ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കേസുകളിലൊക്കെ കോമ്പൗണ്ടിങ് ഒഫൻസ് ആപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവായിട്ട് വേണമെങ്കിൽ ഫീസ് ഫൈൻ അടച്ചുകൊണ്ട് അതിനെ കോമ്പൗണ്ട് ചെയ്യാം. അതാണ് ഇതിൽ മെയിൻ പറയുന്നത്. അപ്പം മിനിമം ഫൈനിലും കളക്ട് ചെയ്യണം, അത് മാക്സിമം വരെ പോകാം, ഒരിക്കലും ലെസ് ദാൻ മിനിമത്തിനേക്കാളും കുറഞ്ഞ ഫൈൻ ഒരിക്കലും വാങ്ങില്ല. പിന്നെ പറയണത് ഇതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഇനി ഏതെങ്കിലും ഒരു ഒഫൻസിനെ കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളെല്ലാം രജിസ്ട്രാറിനെ അറിയിക്കണം. അതായത് പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവായിട്ട് ഫൈൻ കൊടുക്കുന്ന കേസാണെങ്കിൽ നമ്മൾ ആ കാര്യം രജിസ്ട്രാറിനെ വിത്തിൻ പീരീഡ് ഓഫ് 7 days നമ്മൾ അറിയിക്കണം. അതിവിടെയാണ് പറയുന്നത്, കണ്ടില്ലേ 7 days. അതായത് എന്തെങ്കിലും കോമ്പൗണ്ടിങ്ങിന്റെ കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ രജിസ്ട്രാറിനെ അറിയിക്കണം. അതാണ് ഇതിൽ പറയുന്നത് മെയിനായിട്ട്. ഇനി അടുത്ത സെക്ഷൻ 42 നമ്മൾ പോവാം. സെക്ഷൻ 42 എന്ന് പറയുന്നത് എന്താ? പാർട്ട്നേഴ്സ് ട്രാൻസ്ഫറബിൾ ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം. The right of a partner to share of the profit and loss of the limited liability partnership and receive distribution accordance with the limited liability partnership agreement are transferable either wholly or partly. അതായത് ഒരു LLPയിലുള്ള പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റോ ലോസസോ ഒക്കെ ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ അവർക്ക് LLP ചില ഷെയർസും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഷെയർസ് അതെല്ലാം ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഒന്നെങ്കിൽ ഹോളിയോ മുഴുവനായിട്ടോ ഇല്ലെങ്കിൽ പാർഷ്യലിയോ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് LLPയിലെ പാർട്ട്നേഴ്സിനുണ്ട്. ഇങ്ങനെ പാർട്ട്നേഴ്സ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ ഇനി രണ്ടാമത് നോക്കിയേ, the transfer of any right by any partner pursuant to subsection does not itself cause the disassociation of the partner or dissolution and winding up the limited liability partnership. ഇങ്ങനെ അവരുടെ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് വെച്ചുകൊണ്ട് ഒരിക്കലും ആ LLP അവർ ഡിസോസിയേഷൻ ആവുകയോ അവിടെ നിന്ന് ഡിസൊല്യൂഷനോ വൈൻഡിങ് അപ്പോ ഒന്നും ആവാനൊന്നും പോകുന്നില്ല. കാരണം അവരുടെ റൈറ്റ് ആണ്, അവർക്ക് വേണമെങ്കിൽ അവരുടെ റൈറ്റ്സ് പാർട്ട്ണർഷിപ്പ് റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് അവരൊരിക്കലും അതിൽ നിന്ന് ഡിസൊല്യൂഷൻ ആയി പോവുകയൊന്നുമില്ല. പിന്നെ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് പേഴ്സൺ ടു സെക്ഷൻ ഡസ് നോട്ട് ബൈ ഇറ്റ്സെൽഫ് എൻറ്റൈറ്റ് ദ ട്രാൻസ്ഫറി assessee to participate in the management and conduct of activities limited liability partnership or access information concerning the transactions. അതായത് ഇപ്പൊ പറഞ്ഞു ഒരു പാർട്ട്ണറിന് അവരുടെ ഷെയർസ് ഒക്കെ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്ന് കണ്ടുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഷെയർസ് വേറൊരാൾക്ക് കൊടുത്തു. അപ്പം ഈ ഷെയർ വാങ്ങിയ ആളെയാണ് നമ്മൾ ട്രാൻസ്ഫറി ഓർ അസൈനി എന്ന് പറയുന്നത്. അപ്പം അസൈനി എന്ന് പറഞ്ഞാലും ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാലും നമ്മുടെ ആ ഷെയർ വാങ്ങിയ ആളെയാണ് പറയുന്നത്. അപ്പം ഇയാൾ അവിടുത്തെ ഷെയർ വാങ്ങി എന്ന് മാത്രമേ ഉള്ളൂ, ഒരിക്കലും അവിടുത്തെ പാർട്ണർ അല്ലല്ലോ. ഷെയർസ് വാങ്ങി എന്ന് വെച്ചുകൊണ്ട് ഷെയർ ഞാൻ അവിടുത്തെ വാങ്ങി എന്ന് കണ്ടുകൊണ്ട് ആ വാങ്ങിയ ട്രാൻസ്ഫറിയോ അസൈനിയോ ആ LLPയുടെ മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ അവിടെ ഓരോ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ LLPയുടെ ഓരോ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഇൻഫോർമേഷൻസ് കിട്ടാനോ ആക്സസ് ചെയ്യാനോ ഉള്ള അധികാരമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഒരു LLPയിലുള്ള ഒരു മെമ്പറിന് അതായത് ഒരു പാർട്ട്ണറിന് അവരുടെ ഷെയർസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ റൈറ്റ് ഉണ്ട്. ട്രാൻസ്ഫർ ചെയ്തു എന്ന് കണ്ടുകൊണ്ട് ഒരിക്കലും അവിടെ ഡിസൊല്യൂഷനോ ഡിസോസിയേഷനോ വൈൻഡിങ് അപ്പോ ഒന്നും സംഭവിക്കില്ല. ഇനി ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ആൾ അതായത് വാങ്ങിയ ആൾ ആ ഷെയർ വാങ്ങിയിട്ടുള്ള ട്രാൻസ്ഫറിയോ അസൈനിക്കോ ഒരിക്കലും LLPയിലെ ഓരോ കാര്യങ്ങളിൽ മാനേജ്മെന്റോ കണ്ടക്റ്റോ ഒന്നും അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, അധികാരമില്ല. പിന്നെ അവിടുത്തെ എന്തെങ്കിലും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് ഒക്കെ ആക്സസ് ചെയ്യാനോ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനോ ഒന്നും അധികാരമില്ല.
ഇനി അടുത്താണ് കൺവേർഷൻ ഇൻറ്റു എൽ എൽ പി. കൺവേർഷൻ ഫ്രം ഫേം ടു എൽ എൽ പി സെക്ഷൻ 55 ആണ് പറയുന്നത്. നമുക്കറിയാം സെക്കൻഡ് ഷെഡ്യൂളിൽ നമ്മൾ പഠിച്ച എന്താണ്, ഒരു ഫേം എൽ എൽ പി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ഫേം മേ കൺവേർട്ട് ഇൻറ്റു എൽ എൽ പി, അതെല്ലാം സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ എഗ്രിമെൻറ്റ് ഇല്ലാത്ത കേസിലാണെങ്കിലും നമ്മൾ ഏത് നോക്കണം, ഈ സെക്കൻഡ് ഷെഡ്യൂൾ നമ്മൾ നോക്കണം. ഈ രണ്ടാമത്തെ അതായത് സെക്ഷൻ 56 പറയുന്നത് എന്താണ്, കൺവേർഷൻ ഫ്രം പ്രൈവറ്റ് കമ്പനി ടു എൽ എൽ പി. ഒരു പ്രൈവറ്റ് കമ്പനി എൽ എൽ പി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് സെക്ഷൻ എവിടെയാണ്, തേർഡ് ഷെഡ്യൂളാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനി എൽ എൽ പി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യം പറയുന്നത് 4 ഷെഡ്യൂൾസ് ആണ്. അപ്പോൾ കൺവേർഷനെ പറ്റിയൊക്കെ പറയുന്ന ഷെഡ്യൂൾസുകൾ ഇതാണ്. അപ്പം അത് പറയുന്ന സെക്ഷൻസ് ആണിത്. സെക്ഷൻ 55, 56, 57 ഇതെല്ലാം പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയോ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയോ ഒരു ഫേമോ എൽ എൽ പി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് പറയുന്ന ഷെഡ്യൂൾസിന്റെ നെയിംസ് ആണ്. അപ്പം ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, നമ്മൾ നേരത്തെ പഠിച്ചെടുക്കുക തന്നെയാണ് ഓർത്തിരിക്കുന്നത്. ഇനി അടുത്ത് എന്താണ്, രജിസ്ട്രേഷൻ ആൻഡ് എഫക്ട് ഓഫ് കൺവേർഷൻ ആണ്. ഇത് സെക്ഷൻ 58 പറയുന്നത്. ഈ സെക്ഷനിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫേമോ പ്രൈവറ്റ് കമ്പനിയോ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയോ എൽ എൽ പി ആയിട്ട് കൺവേർട്ട് ചെയ്തല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ രജിസ്റ്ററിനെ അറിയിക്കണം. അങ്ങനെ രജിസ്റ്ററിനെ അറിയിച്ചു കഴിയുമ്പോഴേക്കും രജിസ്റ്ററിനെ അറിയിക്കുകയും രജിസ്ട്രാർക്ക് നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുകയും പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ രജിസ്ട്രാർ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻസ് ഇഷ്യൂ ചെയ്യും. രജിസ്ട്രാർ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യും. അതിനുശേഷം എൽ എൽ പി ആയല്ലോ, എൽ എൽ പി ആയി കഴിഞ്ഞിട്ട് വിത്തിൻ 50 days ഓഫ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് വിത്തിൻ 50 daysനുള്ളിൽ ആ കാര്യങ്ങൾ, ഈ കൺവേർഷനൊക്കെ നടന്നതിനെ പറ്റി, കൺവേർഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൺസേൺഡ് ആയിട്ടുള്ള രജിസ്റ്റർ ഓഫ് ഫേംസോ രജിസ്റ്റർ ഓഫ് കമ്പനീനെ അറിയിക്കണം. അപ്പോൾ ഫസ്റ്റത്തെ കേസ് ഒരു ഫേമോ പ്രൈവറ്റ് കമ്പനി അൺലിസ്റ്റഡ് കമ്പനിയൊക്കെ ഇങ്ങനെ കൺവേർഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രാറിനെ അറിയിക്കണം. രജിസ്ട്രാറിനെ അറിയിച്ചിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ ഫയൽ ചെയ്യണം. അതിനുശേഷം രജിസ്ട്രാർ ഒരു ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യും. ദെൻ എൽ എൽ പി ആയി കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ കിട്ടിയതിന് ഒരു 50 daysനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ഓഫ് ഫേംസിനോ രജിസ്റ്റർ ഓഫ് കമ്പനീസിനെ അറിയിക്കണം ആ കൺവേർഷൻ നടന്നതിനെ പറ്റി. ലാസ്റ്റത്തെ കാര്യം, അപ്പോൺ സച്ച് കൺവേർഷൻ ദ പാർട്ണേഴ്സ് ഓഫ് ദ ഫേം, ഷെയർ ഹോൾഡേഴ്സ് പ്രൈവറ്റ് കമ്പനി ഓർ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി as the case may be LLP to which such firm or company has converted and the partners of LLP shall bound the respective schedules. അതായത് ഫേമിൽ പിന്നെ പ്രൈവറ്റ് കമ്പനി അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസിലൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അവരാണ് പിന്നെ എൽ എൽ പി ആയിട്ട് മാറിയത്. അപ്പം ഈ പഴയ കമ്പനിയിലെ ഈ ഷെയർ ഹോൾഡേഴ്സും ഒക്കെ ഈ പുതിയ എൽ എൽ പിയിലെ ആരാണ്, പാർട്ട്നേഴ്സ് ആയിട്ടാണ് മാറുന്നത്. അപ്പം കമ്പനികളിലെ പഴയ ഷെയർ ഹോൾഡേഴ്സ്, അതായത് പഴയ ഫേംസ് ഒക്കെ ഇപ്പം എന്താണ് എൽ എൽ പി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പം എൽ എൽ പിയിൽ ഇപ്പം അവരാരാണ്, പാർട്ട്നേഴ്സ് ആണ്. അപ്പം അങ്ങനെ പാർട്ട്നേഴ്സ് ആയിട്ട് വന്നുകൊണ്ട് അവരെല്ലാവരും ഷെഡ്യൂൾസ്, റെസ്പെക്റ്റീവ് ഷെഡ്യൂൾസ് ആണ് അവർ പാലിക്കേണ്ടത്. ഇനി തൊട്ട് അവരെന്താണ്, ഷെഡ്യൂൾസിനെ ബേസ് ചെയ്ത്, പഴയ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ പുതിയ എൽ എൽ പി ഒക്കെ ആയി കഴിഞ്ഞ് പുതിയ പാർട്ട്നേഴ്സ് ഒക്കെ ആയിട്ട് മാറിയല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ എൽ എൽ പിയുടെ ഷെഡ്യൂൾസ് വേണം ഇനി പാലിക്കാനായിട്ട്. അതാണ് ഇതിൽ പറയണത്. പിന്നെ എഫക്ട് ഓഫ് രജിസ്ട്രേഷൻ്റെ കേസ് പറയുന്നുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. There shall be LLP by the name specified in the certificate of registration. അതായത് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നു പറഞ്ഞില്ലേ, ആ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനിൽ പുതിയ എൽ എൽ പി വന്നിട്ടുണ്ടെങ്കിൽ ആ എൽ എൽ പിയുടെ നെയിം അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കും. പിന്നെ ഓൾ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതായത് ഒരു ആ നേരത്തെ ഒരു ഫേമും കമ്പനികളും ഒക്കെ ആണല്ലോ ഇപ്പോൾ എൽ എൽ പി ആയിട്ട് മാറിയത്. അപ്പോൾ ആ എൽ എൽ പികളിൽ, അതായത് പഴയ കമ്പനി ഫേംസിലൊക്കെ ഉണ്ടായിട്ടുള്ള അസറ്റ്സ്, റൈറ്റ്സ്, അതിൻ്റെ ലൈബിലിറ്റീസ്, ഒബ്ലിഗേഷൻ, പ്രിവിലേജസ്, ഇപ്പം മൂവബിളോ ഇമ്മൂവബിളോ ടാൻജിബിളോ ഇൻടാൻജിബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടോ, അതെല്ലാം ഇപ്പം എൽ എൽ പിയുടേതും കൂടിയാണ്. അപ്പോൾ ഇപ്പം ആ പ്രോപ്പർട്ടീസ് എല്ലാം ഇപ്പം എൽ എൽ പിയുടെ പ്രോപ്പർട്ടീസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇനി അടുത്ത കേസാണ് എന്താണ്, ദ ഫേം ഓഫ് or the company at the case may be shall be deemed to be dissolved and removed from records of register of firms or register of companies. അതായത് ദ ഫേം ഓർ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ പഴയ ഫേം, അതായത് എൽ എൽ പി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ആ പഴയ ഫേം ഉണ്ടല്ലോ, അവര് ആ പഴയ രജിസ്റ്റർ ഓഫ് ഫേംസ് രജിസ്റ്റർ ഓഫ് കമ്പനീസിലൊക്കെ കമ്പനി എന്നും പറഞ്ഞുകൊണ്ടല്ലേ കിടക്കുന്നത്. അപ്പം പുതിയ എൽ എൽ പി ആയിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രജിസ്റ്റർ ഓഫ് ഫേംസിൽ നിന്നും രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നിന്നും ഒക്കെ അവരുടെ പേര് റിമൂവ് ചെയ്ത് കളയും. എന്നിട്ട് പുതിയ എൽ എൽ പി ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഈ ഫോറിൻ എൽ എൽ പി എന്ന് പറഞ്ഞാൽ എന്നാണ് നമുക്കറിയാം, ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ഫോറിൻ എൽ എൽ പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് കാണും.
place of other the central government rules provision relating to establishment of place of business by foreign LLP within India. അതായത് നമ്മൾ ആദ്യമൊക്കെ പഠിച്ച ആ ഡെഫിനിഷൻസ് തന്നെ, അതായത് ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള LLP അതുപോലെ തന്നെ ഇന്ത്യയിൽ അവർക്കൊരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കണം. അതാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്തതാണ് കോംപ്രമൈസ് അറേഞ്ച്മെന്റ് ഓഫ് റീകൺസ്ട്രക്ഷൻ ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് സെക്ഷൻ 60. ഈ സെക്ഷൻ 60 എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അതായത് വേറെ കോംപ്രമൈസ് ഓർ അറേഞ്ച്മെന്റ് പ്രൊപ്പോസ്ഡ് ബിറ്റ്വീൻ എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആൻഡ് ക്രെഡിറ്റ്. അതായത് എന്തെങ്കിലും ഒരു കോംപ്രമൈസോ അറേഞ്ച്മെന്റോ LLPയും അതുപോലെ തന്നെ LLPയുടെ ക്രെഡിറ്റേഴ്സും തമ്മിൽ നടത്തിയാൽ, ഇനി ഇല്ലെങ്കിൽ LLPയും അവരുടെ പാർട്ട്നേഴ്സും തമ്മിൽ എന്തെങ്കിലും തരത്തിലൊരു കോംപ്രമൈസ് അറേഞ്ച്മെന്റ് റീകൺസ്ട്രക്ഷൻസ്, അതായത് എന്തെങ്കിലും മെർജറോ അമാൽഗമേഷൻസോ റീകൺസ്ട്രക്ഷൻസോ ടേക്ക് ഓവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെ തമ്മിൽ, അതായത് ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് സംഭവം ഒരു ലിമിറ്റഡ് ലയബിലിറ്റി തമ്മിലോ LLPയും ക്രെഡിറ്റേഴ്സും തമ്മിലോ LLPയും പാർട്ട്നേഴ്സും തമ്മിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതായത് ഒന്നുകിൽ ഒരു LLPയോ ഇല്ലെങ്കിൽ ആ LLPയിൽ തന്നെയുള്ള ക്രെഡിറ്റേഴ്സോ പാർട്ട്നേഴ്സോ ഒരു ആപ്ലിക്കേഷൻ ട്രൈബ്യൂണലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രൈബ്യൂണൽ ആപ്ലിക്കേഷൻ ഒന്നെങ്കിൽ LLP ഇല്ലെങ്കിൽ LLPയുടെ തന്നെ പാർട്ട്നേഴ്സോ ക്രെഡിറ്റേഴ്സോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രൈബ്യൂണലിൽ ഇടപെട്ടുകൊണ്ട് ലിക്വിഡേറ്ററിനെ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു ഓർഡർ പാസ്സാക്കാനായിട്ട് പറ്റും ഈ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ majority representing 3/4 in the value of creditors partners in case as may be. അതായത് ഇങ്ങനെ ഒരു കാര്യം നടത്തണമെങ്കിൽ ഓർഡർ പാസ് ആക്കണമെങ്കിൽ അതിലെ 3/4 വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സോ പാർട്ട്നേഴ്സോ ഒക്കെ അത് റെപ്രസെന്റ് ചെയ്തിരിക്കാം, മീറ്റിംഗ് എഗ്രി ചെയ്തെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 75% ആണ്. അപ്പം നോട്ട് ലെസ് ദാൻ ഒരു 75% മെജോറിറ്റി ആൾക്കാർ അത് റെപ്രസെന്റ് ചെയ്യുകയും അത് അംഗീകരിച്ചാൽ മാത്രമേ ഇത് സാങ്ഷൻ ആയിട്ട് വരുള്ളൂ. അതായത് ഇപ്പോൾ ഒരു LLP മെർജർ ചെയ്യുക അമാൽഗമേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവരൊന്നെങ്കിൽ ട്രൈബ്യൂണലിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ട്രൈബ്യൂണൽ അതിന് വേണ്ടിയിട്ട് ഓർഡർ പാസ്സാക്കും. അങ്ങനെ ഓർഡർ പാസ്സാക്കണമെങ്കിൽ അവിടെയുള്ള പാർട്ട്നേഴ്സും ക്രെഡിറ്റേഴ്സും ഒക്കെ അത് എഗ്രി ചെയ്യണം. ഒരു 3/4 ഇൻ വാല്യൂ, 3/4 വാല്യൂ എന്ന് പറഞ്ഞാൽ 75% ഇൻ വാല്യൂസ് ആണ്. അത് അംഗീകരിച്ചാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ ഇത് സാങ്ഷൻ ആയിട്ട് വരുള്ളൂ. പിന്നെ ഇങ്ങനെ ഓർഡർ പാസ്സാക്കിയിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ROCക്ക് ഫയൽ ചെയ്യണം. അതാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് പോകാം. സെക്ഷൻ 61 പവർ ഓഫ് ട്രൈബ്യൂണൽ ടു എൻഫോഴ്സ് കോംപ്രമൈസ് ഓർ അറേഞ്ച്മെന്റ്. അതായത് ഇനി ഒരു ഓർഡർ ട്രൈബ്യൂണൽ പാസ്സാക്കി, ഓർഡർ പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ sanctioning a compromise or an arrangement in respect of limited liability partnership shall have the power to supervise the carrying out of the compromise or an arrangement and or give such directions regard to make any matter or make such modification in the compromise or arrangement as it may consider necessary for the proper working of the compromise or arrangement. ഇവിടെ ഈ കോംപ്രമൈസ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർഡർ ട്രൈബ്യൂണൽ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പം ഓർഡർ ഇങ്ങനെ ട്രൈബ്യൂണൽ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു LLPയുടെ അറേഞ്ച്മെന്റ് കോംപ്രമൈസ് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ട്രൈബ്യൂണൽ ഓർഡർ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ ട്രൈബ്യൂണലിന് അവിടുത്തെ ബിസിനസ്, അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അതെല്ലാം സൂപ്പർവൈസ് ചെയ്യാനുള്ള പവർ ട്രൈബ്യൂണലിനുണ്ട്. ആ അറേഞ്ച്മെന്റ് കോംപ്രമൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡയറക്ഷൻസോ മോഡിഫിക്കേഷൻസോ ഒക്കെ കൊടുക്കാനുള്ള അധികാരം ഈ ട്രൈബ്യൂണലിനുണ്ട്. പിന്നത്തെ പറയുന്നത് ഈ ദ ട്രൈബ്യൂണൽ അഫോഴ്സഡ് is satisfied that a compromise or an arrangement sanction under section 16 cannot be worked satisfactorily with or without modification. അതായത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തുക, അതാണല്ലോ ഈ കോംപ്രമൈസ് ഓർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ ഈ മോഡിഫിക്കേഷൻസ് ഒക്കെ ട്രൈബ്യൂണലിന്റെ ഓർഡർ കിട്ടിയിട്ട് വേണേൽ നടത്താം. പക്ഷേ ഈ മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തിയത് ട്രൈബ്യൂണലിന് വലിയ സാറ്റിസ്ഫൈ ആയിട്ട് തോന്നിയില്ല. അതായത് ട്രൈബ്യൂണൽ ഉദ്ദേശിച്ച പോലെ ഒന്നും ഈ LLP മോഡിഫിക്കേഷൻ സംഭവം ഒന്നും നടത്തിയിട്ടില്ല. ഇല്ലെങ്കിൽ അവർക്ക് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ ട്രൈബ്യൂണൽ വൈൻഡിങ് അപ്പിന് ഒരു ഓർഡർ ഇടും. വൈൻഡിങ് അപ്പ് ആ LLPയുടെ വൈൻഡിങ് അപ്പിന് ഒരു ഓർഡർ ഇടും. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ആദ്യം ഒരു അറേഞ്ച്മെന്റ് കോംപ്രമൈസ് ഒരു മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്താനായിട്ട് ട്രൈബ്യൂണലിന് അവർ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. അതിനുശേഷം
ആ ട്രൈബ്യൂണലിൻ്റെ ഓർഡറൊക്കെ കിട്ടും. അപ്പം ട്രൈബ്യൂണലിന് എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യാനും കാര്യങ്ങൾ മോഡിഫിക്കേഷൻ നടത്തുന്ന കാര്യത്തിലും ഡയറക്ഷനൊക്കെ കൊടുക്കാനായിട്ട് അവർക്ക് അധികാരമുണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം നടത്തി കഴിഞ്ഞ് ഈ LLP ഒരു മോഡിഫിക്കേഷൻ നടത്തിയത് ട്രൈബ്യൂണലിന് തോന്നുക ഇവർ ചെയ്തത് വലിയ സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയിട്ടില്ല, ഇല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ ട്രൈബ്യൂണലിന് വൈൻഡിങ് അപ്പിന് വേണമെങ്കിൽ ഓർഡർ ഇടാം. അതായത് പൂട്ടിപ്പോകാനായിട്ട്, പരിപാടിയൊക്കെ നിർത്തി വെക്കാനും ആ LLP പൂട്ടിപ്പോകാനായിട്ടും ഉത്തരവിടാനായിട്ട് ട്രൈബ്യൂണലിന് അധികാരമുണ്ട്. ഈ സെക്ഷൻ 62 പറയുന്നത് എന്താണെന്ന് നോക്കാം. പ്രൊവിഷൻസ് ഇതിൽ പിന്നെ വേറൊരു റീസൺ കൂടിയുണ്ട്. അതായത് ഒന്നെങ്കിൽ ട്രൈബ്യൂണലിൽ തന്നെ തോന്നി ഇവർ സാറ്റിസ്ഫാക്ടറി ആയിട്ടല്ല ചെയ്യണതെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ ആക്ഷൻ എടുക്കാം, ട്രൈബ്യൂണലിൽ തന്നെ ആക്ഷൻ എടുക്കാം. ഇല്ലെങ്കിൽ ആരുടെയും ഓർഡർ കിട്ടി, അതായത് ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്ന പാർട്ട്നേഴ്സോ ഇല്ലെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും പേഴ്സൺസ്, അപ്പം LLP തന്നെ ഏതെങ്കിലും പേഴ്സൺസ് കാണൂല, എനി പേഴ്സൺ ഇൻട്രസ്റ്റ് ഇൻ ദ അഫേഴ്സ് ഓഫ് ദ LLP, ഒന്നെങ്കിൽ ട്രൈബ്യൂണലിന് തന്നെ ഇടപെടാം. ഇല്ലെങ്കിൽ ഒരാൾ ആ LLPയിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ ട്രൈബ്യൂണലിന് ആപ്ലിക്കേഷൻ കൊടുത്തു, ഇങ്ങനെ ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി ആയ രീതിയിലല്ല ഇവർ ചെയ്യണത് എന്ന് കണ്ടാൽ ട്രൈബ്യൂണലിന് വേണേൽ നേരിട്ട് ഇടപെടാം, എന്നിട്ട് വൈൻഡിങ് അപ്പിന് ഓർഡർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ സെക്ഷൻ 62 നമുക്ക് നോക്കാം, എന്താണെന്ന് നമുക്ക് നോക്കാം. For an application made to the tribunal under Section 16 for the sanction of compromise arrangement proposed between limited liability and or any such other person mentioned in that section, and it's shown to the tribunal that compromise or arrangement have been proposed or അതായത് നമ്മൾ പറഞ്ഞു ഒരു കോംപ്രമൈസോ അറേഞ്ച്മെന്റോ ഒക്കെ നടത്തി, ഇല്ലെങ്കിൽ എന്താണ് ഒരു അമാൽഗമേഷൻസോ ഇല്ലെങ്കിൽ എന്താണ് മെർജറോ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇനി under the scheme the whole or any part of the undertaking property or liabilities any LLP concerned in the scheme and also it will be transferred to another LLP to the transferee limited liability partner type ചെയ്ത്, അതായത് ഇത്ര ഉള്ളൂ ഇത് ഈ സെക്ഷൻ മെയിൻ ആയിട്ട്. അതായത് ഒരു LLPയിൽ റീകൺസ്ട്രക്ഷൻ നടക്കുക, അമാൽഗമേഷൻ നടക്കുക, അതിനെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പം ഒരു കോംപ്രമൈസ് അറേഞ്ച്മെന്റ് നടക്കുക ഇല്ലെങ്കിൽ അമാൽഗമേഷൻസ് നടക്കുക, ഒന്നോ അതിലധികമോ LLPകൾ തമ്മിൽ, ഇല്ലെങ്കിൽ എന്താണ് ഒരു LLPയുടെ പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യുക ഇല്ലെങ്കിൽ വേറൊരു LLPനെ അണ്ടർടേക്ക് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു അണ്ടർടേക്ക് പ്രോപ്പർട്ടിയൊക്കെ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ് ടു ബി ട്രാൻസ്ഫർ ടു അനദർ LLP പാർട്ണർഷിപ്പ്. ഇതിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾ, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ട്രാൻസ്ഫറർ എന്ന് പറയുന്നത്, കിട്ടുന്ന ആളെയാണ് ട്രാൻസ്ഫറി എന്ന് പറയുന്നത്. ഒരു LLPയുടെ കാര്യങ്ങൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക, റീകൺസ്ട്രക്ഷൻ ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ഓരോ പ്രൊവിഷനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അതെല്ലാം ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിൽ മെയിൻലി പറയുന്നത്. അതായത് ഒരു സാധാരണയായിട്ട് ഈ റീകൺസ്ട്രക്ഷൻസ് മെർജർ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പം ഒന്നെങ്കിൽ ഈ മെർജർ നമുക്കറിയാം, ഈ റീകൺസ്ട്രക്ഷൻ ചെയ്യണതും ഈ ട്രാൻസ്ഫർ ചെയ്യണതും ഒക്കെ എന്താണ്, ആദ്യം കോർട്ടിന്റെ ഓർഡർ കിട്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യണത്. അപ്പം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. അപ്പം ഈ അസറ്റും ലയബിലിറ്റി, അപ്പം ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്പനിയുടെ ട്രാൻസ്ഫർ ചെയ്യുന്ന LLPയുടെ അസറ്റും ലയബിലിറ്റീസും എല്ലാം വാങ്ങുന്ന ആൾക്ക് അതും ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഇതിൽ മെയിൻലി പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് എന്താണ്, വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ആണ്. ഇത് ആക്ച്വലി ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 63 വൈൻഡിങ് അപ്പ് ഡിസൊല്യൂഷൻസ്. ദ വൈൻഡിങ് അപ്പ് ഓഫ് LLP മേ ബി എയ്തർ വോളണ്ടറി ഓർ ബൈ ട്രൈബ്യൂണൽ. അതായത് ഒരു LLPക്ക് നിർത്തണമെങ്കിൽ എങ്ങനെ നിർത്താമെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ LLPക്ക് തന്നെ വോളണ്ടറി ആയിട്ട് നിർത്താം, ഇല്ലെങ്കിൽ കോർട്ട് ഇടപെട്ട ട്രൈബ്യൂണൽ വഴി LLPക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ അവർക്ക് ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് സർക്കംസ്റ്റൻസ് ഇൻ വിച്ച് LLP മേ ബി വൈൻഡ് അപ്പ് ബൈ ദ ട്രൈബ്യൂണൽ. ഇനി ചില കേസസിൽ ട്രൈബ്യൂണൽ വഴി നിർത്താന്ന് പറഞ്ഞായിരുന്നല്ലോ നമ്മൾ. അതായത് LLP വൈൻഡ് അപ്പ് ചെയ്യുന്നത് ട്രൈബ്യൂണൽ വഴിയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ LLP ഡിസൈഡ് ദാറ്റ് LLP വുഡ് ബി വൈൻഡ് അപ്പ് ബൈ ദ ട്രൈബ്യൂണൽ, അതായത് LLPക്ക് തോന്നുക ട്രൈബ്യൂണൽ വഴി നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നുന്ന കേസ്, ഇല്ലെങ്കിൽ എന്താണ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഓഫ് LLP ഇസ് റെഡ്യൂസ് ബിലോ 2, അതായത് അറ്റ്ലീസ്റ്റ് ടു പാർട്ട്നേഴ്സ് വേണം ഒരു LLPയിൽ. അപ്പോൾ രണ്ട് പാർട്ട്നേഴ്സിനേക്കാളും കുറഞ്ഞ്
മെമ്പേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു, പാർട്ട്നേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞിട്ടും അവർ മോർ ദാൻ 6 months വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൻഡപ്പിന് ചാൻസ് വരും, ട്രൈബ്യൂണൽ ഇടപെടും. പിന്നെ മൂന്നാമത്തെ കേസാണ് LLP ഹാസ് ആക്ടഡ് അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ സോവറിനിറ്റിക്കും ഇന്ത്യയുടെ ഇന്റഗ്രിറ്റിക്കും എതിരായിട്ടാണ് ഒരു LLP പ്രവർത്തിച്ചതെങ്കിൽ ട്രൈബ്യൂണൽ ഇടപെടും, ട്രൈബ്യൂണൽ വൈൻഡപ്പിന് ഓർഡർ കൊടുക്കും. നാലാമത്തെ കേസ് എന്താണ്? LLP ഹാസ് മെയ്ഡ് എ ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് വിത്ത് രജിസ്ട്രാർ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് സോൾവൻസി ആനുവൽ റിട്ടേൺ. അതായത് ഫോർ എനി 5 consecutive ഫിനാൻഷ്യൽ ഇയർ, അതായത് 5 consecutive ഫിനാൻഷ്യൽ ഇയേഴ്സ് ആയിട്ട് LLP അവരുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസിയോ ആനുവൽ റിട്ടേണോ ഒന്നും രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തിട്ടില്ല. അങ്ങനത്തെ കേസിലും നേരിട്ട് LLPക്ക് ഇടപെട്ട് വൈൻഡപ്പിന് ഓർഡർ കൊടുക്കാം. 5 consecutive ഫിനാൻഷ്യൽ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ചുള്ള 5 വർഷങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താ 2001, 2, 3, 4, 5 എന്ന് പറയുന്ന 5 വർഷങ്ങളുണ്ടല്ലോ. അപ്പോൾ 2001 ഫയൽ ചെയ്തു, 2002 ഫയൽ ചെയ്തു, 2003, 2004 അപ്പം എൻ്റെ എക്സാമ്പിൾ പറയാം. 5 ഇപ്പം വളരെ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഓർത്താൽ മതി. 2004 വരെ ഇവർ ഫയൽ ചെയ്തിട്ടില്ല, അതായത് 2001, 2, 3, 4 4 വരെ ഇവർ ഫയൽ ചെയ്തിട്ടില്ല. പക്ഷെ 2005 ഇവർ ഫയൽ ചെയ്തു. അപ്പം എന്താണ്, അടുപ്പിച്ചുള്ള വർഷമാണോ? അല്ല. ഇപ്പം 2005 വരെ അവർ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ 5 വർഷം അടുപ്പിച്ച് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ ഇവർ വൈൻഡിങ് അപ്പിന് ഓപ്ഷൻ ഉണ്ട്. അല്ലാണ്ട് ഇപ്പം 4 വർഷം ഫയൽ ചെയ്തില്ല, പിന്നെ ഫയൽ ചെയ്തു, ഇടയ്ക്ക് വെച്ച് ഫയൽ ചെയ്തു, അങ്ങനെ വന്നാൽ കൂട്ടില്ല. അടുപ്പിച്ച് 5 വർഷമായിട്ട് ഇവർ ഫയൽ ചെയ്തിട്ടില്ല. അങ്ങനത്തെ കേസിൽ ഇവർ വൈൻഡിങ് അപ്പിന് ഇവർ ആപ്ലിക്കബിൾ ആവും. പിന്നെ ഈ ട്രൈബ്യൂണൽസ് ഓപ്ഷൻ ദാറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ദാറ്റ് LLP വൈൻഡ് അപ്പ്. അതായത് ട്രൈബ്യൂണലിൽ തോന്നുവാണ് ഈ LLP വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് നല്ലത്, ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആയിട്ട് തോന്നുവാണ്. അതായത് LLP വൈൻഡ് അപ്പ് ചെയ്യണതാണ് നല്ലതെന്ന് ട്രൈബ്യൂണൽ തോന്നിക്കഴിഞ്ഞാൽ വൈൻഡിങ് അപ്പിന് ഓർഡർ കൊടുക്കും. അപ്പം ട്രൈബ്യൂണൽ എപ്പോഴൊക്കെയാണ് വൈൻഡിങ് അപ്പിന് ഓർഡർ കൊടുക്കുന്നതെന്ന് തോന്നി കഴിഞ്ഞാൽ ട്രൈബ്യൂണൽ തോന്നുവാണ് LLP വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ 6 monthsക്കാലം കൂടുതൽ തവണ LLP ബിസിനസ് ക്യാരി ചെയ്യുവാണ്. അതായത് അവർക്ക് പറഞ്ഞിരിക്കുന്ന മിനിമം മെമ്പേഴ്സിനേക്കാളും കുറവായിട്ട്, അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സിനേക്കാളും കുറഞ്ഞിട്ടും, അതായത് ഒറ്റ മെമ്പറേ ഉള്ളൂ എന്നിട്ടും അവർ ബിസിനസ് ക്യാരി ചെയ്യുവാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി സോവറിനിറ്റിക്ക് എതിരായി പ്രവർത്തിച്ചുകൊണ്ട് LLP എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി 5 consecutive years ആയിട്ട് അടുപ്പിച്ചുള്ള 5 വർഷങ്ങളാണ് നോക്കേണ്ടത്, അടുപ്പിച്ചുള്ള 5 വർഷങ്ങൾ. പിന്നെ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആയിട്ട് തോന്നുവാണ് ട്രൈബ്യൂണലിൽ ഇവർ വൈൻഡപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി അടുത്ത എന്താണ്? റൂൾസ് ഫോർ വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ. സെൻട്രൽ ഗവൺമെന്റ് റൂൾസ് ഫോർ ദ പ്രൊവിഷൻ റിലേഷൻ ടു വൈൻഡിങ് അപ്പ് ഡിസൊല്യൂഷൻ. അത് ചുമ്മാ ഒരു LLPക്ക് പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാനും വൈൻഡപ്പിങ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഒരു വൈൻഡപ്പ് ചെയ്യാനും ഡിസോൾവ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ നമ്മൾ LLPയുടെ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഇതിൻ്റെ ഒരു MCQ കൂടി ഒന്ന് നോക്കാം. നമ്മുടെ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് MCQ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു LLP. LLP ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് ഇതിൽ? പാർട്ട്ണർഷിപ്പ് ഫേമിന് പറ്റും, പ്രൈവറ്റ് കമ്പനിക്ക് പറ്റും, അൺലിസ്റ്റഡ് കമ്പനിക്ക് പറ്റുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ കാര്യം നമ്മൾ ഷെഡ്യൂളിൽ എപ്പോഴും പറഞ്ഞിരുന്നില്ല. അപ്പം ലിസ്റ്റഡ് കമ്പനിക്ക് ഒരിക്കലും LLP ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അടുത്ത എന്താണ്? ദ അപ്രൂവ്ഡ് നെയിം ഓഫ് LLP ഷാൾ ബി വാലിഡ് ഫോർ പീരിയഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്രൂവൽ. ഒരു LLPയുടെ നെയിം അപ്രൂവ് ചെയ്യാനായിട്ട് എത്ര നാൾ വരെ വാലിഡ് ആവും നമ്മൾ പഠിച്ചായിരുന്നു റിസർവിൻ്റെ ഒക്കെ ടൈമിൽ. അത് എന്താണ്? 3 months ആണ്. 3 months ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നെയിം ഓഫ് ദ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർ ഷാൾ ബി എൻഡഡ് ബൈ. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്റെ പേര് ലാസ്റ്റ് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ LLP എന്നോ ഇല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്നോ എഴുതണമെന്നല്ലേ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആൻസർ. പിന്നെന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് LLP ഇസ് ഇൻകറക്റ്റ്. LLPയെ ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആണ്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് LLP ഹാസ് ലീഗൽ പേഴ്സണാലിറ്റി സെപ്പറേറ്റ് ഫ്രം ഹിസ് മെമ്പേഴ്സ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, അത് കറക്റ്റ് ആണ്. ലയബിലിറ്റി ഓഫ് ഈച്ച് പാർട്ണർ ഇൻ ആൻ LLP ഇസ് ലിമിറ്റഡ് ആണ്. മെമ്പേഴ്സ് ഓഫ് LLP ആസ് ടാക്സ് ആസ് പാർട്ണേഴ്സ് ആയിട്ടാണ്, അത് കുഴപ്പമൊന്നുമില്ല. എ ലിസ്റ്റഡ് കമ്പനി ക്യാൻ കൺവേർട്ട് ഇൻ ടു ആൻ LLP. ഇത് തന്നെയാണ് ഫസ്റ്റ് MCQ കണ്ടത്. അതായത് ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് ഒരിക്കലും LLP ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ പറയുന്നത് എന്നാൽ ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് LLP ആകാൻ പറ്റൂ എന്നാണ് പറയുന്നത്, ശരിക്കും പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അഞ്ചാമത്തെ എന്താണ്? ഫോർ ദ പർപ്പസ് ഓഫ് LLP റെസിഡന്റ് ഇൻ ഇന്ത്യ.
നമ്മൾ പഠിച്ചായിരുന്നു LLPയിൽ ഒരു റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, DP ആകണമെങ്കിൽ ഒരു റെസിഡൻറ്റ് വേണം. അപ്പോൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്തായിരുന്നു, ഒരു 120 ഡേയ്സ് ഫിനാൻഷ്യൽ ഇയറിൽ കുറയാത്ത രീതിയിൽ സ്റ്റേ ചെയ്യണമെന്നല്ല. അപ്പം നമുക്ക് ഇതിലൊന്നും നോക്കണം, ഈ 182 ഒക്കെ ഇൻകം ടാക്സിൽ വരുന്ന റേറ്റ് ആണ്. അപ്പോൾ അതൊന്നും LLPയുടെ കേസിൽ വരില്ല. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാനാണ് ഇവർ ഈ 182 ഡേയ്സിൻ്റെ ഒക്കെ കൊടുത്തത്. അപ്പം 120 ഡേയ്സ് ഉണ്ട്. പേഴ്സൺ ഹു ആർ സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ പീരിയഡ് നോട്ട് ലെസ് ദാൻ 120 ഡേയ്സ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഫിനാൻഷ്യൽ ഇയറിൽ, ഇനി ഫിനാൻഷ്യൽ ഇയറിൽ ഒരു 120 ദിവസം കുറയാത്ത രീതിയിൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുള്ള ആളായിരിക്കണം റെസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഭയങ്കര എളുപ്പമാണ്. അപ്പം നമ്മൾ LLPയുടെ ചാപ്റ്റർ 3 പാർട്ടായിട്ട് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.